ചേട്ടാ, എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? നമ്മൾ മാർച്ച് നടത്തിയിരുന്നു CPM-ൻ്റെ ഓഫീസിലേക്ക്. CPM-ൻ്റെ ഗുണ്ടകൾ അവിടെ നിന്ന് കല്ലെറിഞ്ഞു. അങ്ങനെ പരിക്ക് പറ്റിയതാണ്. കല്ലേറിലാണ് പരിക്കേറ്റത്? കല്ലേറിലാണ് പരിക്ക് പറ്റിയത്. CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായി? കല്ലേറുണ്ടായിരുന്നു. കുപ്പിയേറും കല്ലേറും എല്ലാം ഒന്നിച്ചായിരുന്നു? ഈ കല്ലേറ് ഒരുപാട് ഇതുണ്ടായിരുന്നു. കല്ല്. പോലീസിന്റെ ഭാഗത്തു നിന്നും സംഘർഷം ഉണ്ടായില്ലേ? പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒപ്പം തന്നെ ഇതിനുള്ളിൽ ഈ സ്കാനിംഗ് റൂമിൽ BJP ജില്ലാ അധ്യക്ഷനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അല്ലെങ്കിൽ സ്കാനിങ്ങിനായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ ജേക്കബ് ഇവിടെയാണ് ചികിത്സയിലുള്ളത്. അദ്ദേഹത്തിന് ഇതിന് സ്കാനിംഗ് റൂമിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തിരക്കാം. ചേട്ടാ, പോലീസ് കരുതിക്കൂട്ടി അടിച്ചതാണോ? അതെന്താണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത്? കാരണം മാസ്ക് അടക്കം വെച്ച് ഹെൽമറ്റ് വെച്ച ഉദ്യോഗസ്ഥനാണ് ഈ സംഘർഷത്തിൽ ഈ തലക്കെട്ടടിക്കുന്ന ഒരു സാഹചര്യം. പോലീസ് വളരെ ശാന്തമായി പ്രകടനമായി എത്തിയ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം ബാക്കിൽ നിന്ന് അടിക്കുകയാണ് ചെയ്ത്. അവർ ഷീൽഡ് ഉപയോഗിച്ച് ആദ്യം പ്രതിരോധിച്ചു, പിന്നെ അവർ ലാത്തി ഉപയോഗിച്ച് അടിച്ചു. കൂടാതെ പുറകിൽ നിന്ന് കല്ലെടുത്ത് എറിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 4ഓളം പ്രവർത്തകർക്ക് പരിക്കുണ്ട്. അവരെല്ലാവരും ആശുപത്രിയിലുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് ഈ സംഘർഷത്തിൽ പരിക്കേറ്റ് ഗുരുതരമായിട്ട് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ സംസാരിക്കാനും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് മർദ്ദനമേറ്റത് എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബോധപൂർവമായ ഒരു നീക്കം, ഒരു ഗൂഢാലോചന, സംശയിക്കത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിന്റെ തലയടിച്ച് പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാനു, ഈ പോലീസുകാരനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാളെ തിരിച്ചറിയാതിരിക്കാനാണോ ഇത്തരത്തിൽ മാസ്കും ഇട്ട് ഇയാൾ ഇവിടെ എത്തുന്നത്? ഒരു തരം ഗൂഢാലോചന ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട് പ്രവർത്തകർ. തീർച്ചയായിട്ടും നീലിമ, അത്തരത്തിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഹെൽമറ്റ് വെച്ച് മാസ്കും ധരിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നെയിം പ്ലേറ്റ് വരെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു മാർച്ചിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ കരുതിക്കൂട്ടി അക്രമം നടത്താനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരമുള്ള ഒരു സാധ്യത തേടിക്കൊണ്ടാണ് ഇവർ എത്തിയിട്ടുണ്ടാവുക. എന്തായാലും അത്തരത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത്. മാസ്ക് വെച്ചുകൊണ്ട് ഈ മതിലിന്റെ സൈഡിൽ നിന്ന് ജില്ലാ അധ്യക്ഷന്റെ തലയിലേക്ക് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ അതിന്റെ ആ ഒരു ഭീകരാവസ്ഥ മനസ്സിലാകും. അതായത് ഒറ്റയടിക്ക് ആ ലാത്തി രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് ആ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അന്നപ്പോൾ എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു അടി അദ്ദേഹത്തിന്റെ തലക്കേറ്റിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അത്തരത്തിൽ കരുതി കൂട്ടിക്കൊണ്ട് നെയിം പ്ലേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് മാസ്ക് വെച്ച് ഒപ്പം തന്നെ ഹെൽമറ്റ് ധരിച്ചെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് തരത്തിലാണ് BJP പ്രവർത്തകരെ ഈ മാർച്ചിനെ കൈകാര്യം ചെയ്തതെന്ന് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ മാർച്ചിന്റെ 50 മീറ്റർ മാത്രം തൊട്ടടുത്ത് അല്ലെങ്കിൽ 50 മീറ്റർ മാത്രം അകലെ CPM പ്രവർത്തകരും വലിയ രീതിയിൽ സംഘടിച്ചിരുന്നു. അവർക്ക് തലോടലും ഒപ്പം തന്നെ ഇവിടെ അടിയും നൽകുന്ന നിലയിലേക്ക് പോലീസിന്റെ സംവിധാനം മാറി. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ പരിക്കേറ്റ ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മോട് പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അവിടെ CPM-ന്റെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് കുപ്പിയും കല്ലും വലിച്ചെറിയുകയായിരുന്നു BJP പ്രവർത്തകർക്ക് നേരെ. അത് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു. ആ കല്ലേറിൽ തന്നെ ഈ കല്ലേറും അതുപോലെ കുപ്പിയേറുമാണ് ഉണ്ടായത്. അത്യന്തം മനുഷ്യത്വരഹിതമായ ഒരു നടപടി CPM-ന്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിരിക്കുകയാണ്. അതിന് പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ സമീപനം തൃശ്ശൂരിലെ പോലീസ് കൈക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ വളരെ കൃത്യമായ നിയമ നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരു മാർച്ചിനെ അല്ലെ ഒരു സംഘർഷത്തിനെ എങ്ങനെ നേരിടണം, അതായത് പോലീസ് സംവിധാനങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. യൂണിവേഴ്സിറ്റികളിലേക്ക് അടക്കം SFIയുടെ ഒക്കെ മാർച്ച് ഉണ്ടാകുമ്പോൾ എത്രത്തോളം കരുതലോടുകൂടിയാണ് പോലീസ് അവരെ നേരിടുന്നതെന്നും അവരെ അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇരു വിഭാഗങ്ങൾ ഒരേ സ്ഥലത്ത് സംഘടിച്ച് നിൽക്കുമ്പോൾ CPM പ്രവർത്തകരെ വളരെ തന്മയത്വത്തോടുകൂടി ഇടപെടുന്നു. കല്ലെറിയുമ്പോൾ പോലും അവരെ തടയാൻ വേണ്ടി തയ്യാറാവാത്ത പോലീസ് ഇപ്പുറത്തെ മുദ്രാവാക്യം മാത്രം വിളിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ കുതിര കയറുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ അല്പം മുൻപുണ്ടായത്. അതായത് വളരെ സമാധാനപൂർവ്വം മാർച്ച് നടത്തിയ BJP പ്രവർത്തകരെ തടയുകയും ഒപ്പം തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് തൃശ്ശൂരിലെ പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് CPM ഓഫീസിൽ സംഘടിച്ച പ്രവർത്തകർ വലിയ രീതിയിൽ സോഡാക്കുപ്പിയും ഒപ്പം തന്നെ കല്ലുകളുമായിട്ട് മെറ്റിൽ കഷ്ണങ്ങളുമായിട്ടാണ് BJP പ്രവർത്തകർക്ക് നേരെ മുദ്രാവാക്യം പോരി വിളിച്ചുകൊണ്ടെത്തിയത്. തുടർന്ന് പൊടുന്നനെ BJP പ്രവർത്തകർക്ക് നേരെ ഒപ്പം തന്നെ അവിടെ നിന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഈ
കല്ലുകളും സോഡാക്കുപ്പികളും വലിച്ചെറിയുകയായിരുന്നു. അത്തരത്തിൽ നമ്മളിപ്പോൾ കണ്ട BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുള്ളത് ഈ കല്ലേറിലാണ് പരിക്കേറ്റിട്ടുള്ളത്. പോലീസിന്റെ ലാത്തിയടിയിലല്ല, മറിച്ച് CPM പ്രവർത്തകർ എറിഞ്ഞ കല്ല് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അതേപോലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷന്റെ തലയ്ക്ക് പോലീസിന്റെ ലാത്തിയടിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. MRI സ്കാൻ അടക്കം വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ചില മരവിപ്പുകളും അദ്ദേഹത്തിന് തലയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ അല്പം മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തി. എന്തായാലും ഈ പരിക്കേറ്റവർക്കെല്ലാം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ അടിയേൽക്കുമ്പോൾ ചെറിയ ചെറിയ പരിക്കുകളുമായിട്ട് ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുണ്ടെങ്കിൽ ഇവിടെ അതല്ല സ്ഥിതി. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പൊട്ടലുണ്ട്. ഒപ്പം തന്നെ MRI സ്കാൻ അടക്കം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് CPM പ്രവർത്തകർക്ക് അല്ലെ CPM ഗുണ്ടകൾക്ക് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായതെന്നാണ് BJP തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് നാളെ പ്രതിഷേധം ഉണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് BJP നേതൃത്വവും അറിയിച്ചിട്ടുള്ളത്.